എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് ചെറിയൊരു പണി കിട്ടി. എനിക്കല്ല പണി കിട്ടിയത്, നമ്മുടെ കാറിനാണ്. നമ്മുടെ കാറ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര വൈബ്രേഷൻ. ഇത് ഫോർഡ് ഫിഗോന്റെ 2013 ഡീസൽ മോഡൽ വണ്ടിയാണ്. ഡീസലാണ് ഫ്യൂവൽ. കാർ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ഇൻഡിക്കേഷൻ ബോർഡിൽ ഒരു വാർണിംഗ് ലൈറ്റ്, എഞ്ചിൻ വാർണിംഗ് ലാമ്പ് ബ്ലിങ്ക് ചെയ്യുന്നു. അതുപോലെ ഓയിൽ പ്രഷറിന്റെ ലാമ്പിനും ചെറിയൊരു ഫോൾട്ട് കാണിക്കുന്നു. അപ്പോൾ എഞ്ചിൻ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി ഭയങ്കര വൈബ്രേഷൻ. അതുപോലെ ഞാൻ പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ എഞ്ചിൻ ഫ്രണ്ടിൽ കിടന്ന് ഭയങ്കര വൈബ്രേഷൻ ആണ് സംഭവം. അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയില്ല. പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു റീസൺസ് വരുന്നത് വണ്ടിയുടെ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻജക്ടർ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കാണ് CRDE എഞ്ചിനുകൾ ഇങ്ങനെ ഒരു ഫോൾട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടി ഇന്ന് ഫോർഡിന്റെ തന്നെ ജെനുവിൻ ആയിട്ടുള്ള സർവീസ് സ്റ്റേഷനിൽ സർവീസ് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഈ ഒരു വ്ലോഗ് ചെയ്യാൻ കാരണം ഡീസൽ വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സും പോയിന്റ്സും ഒക്കെ എനിക്ക് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര വലിയൊരു ആഗ്രഹം തോന്നി. കാരണം ആർക്കെങ്കിലും ഒക്കെ അത് യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ എന്തായാലും വ്ലോഗ് തുടർന്ന് കാണുക. ഞാൻ എഞ്ചിനൊന്ന് ക്രാങ്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. കണ്ടോ, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ കണ്ടോ, ഈ ഒരു വാർണിംഗ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തിരിക്കുന്നുണ്ടോ, ഒരു ഐ ഇൻഫർമേഷൻ എന്നാണ് അതിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 2 വാർണിംഗ് ലൈറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സംഭവം അത് എഞ്ചിൻ്റെ ഫോൾട്ടാണ് സംഭവം വണ്ടി കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വണ്ടി കുറച്ച് നേരം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടുകയാണ്. കണ്ടോ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ കുറച്ച് വൈറ്റ് ഫ്യൂംസ് ഉണ്ട്. വൈറ്റ് ഫ്യൂംസ് പോലെ പുകയുണ്ട്, വെള്ളപ്പുക വരുന്നുണ്ട്. ഇപ്പോൾ വൈബ്രേഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് സംഭവം. എന്നാലും നല്ല വൈബ്രേഷൻ ഉണ്ട് ബോഡിക്ക്. നമുക്ക് എന്തായാലും ബോണറ്റ് ഒന്ന് നമുക്ക് തുറന്നു നോക്കാം. ബോണറ്റ് തുറക്കാനുള്ള ആ ഒരു സ്വിച്ച് ഇവിടെയാണ് ഫോർഡ് ഫിഗോൻ്റെ ലെഫ്റ്റ് സൈഡിൽ, ഡോറിൻ്റെ സൈഡിൽ. കണ്ടോ ഗൈസ്, എഞ്ചിനൊരു വൈബ്രേഷൻ വരുന്നത് കണ്ടോ. ഈ ഒരു വൈബ്രേഷൻ പാടില്ല. ആക്ച്വലി ഈ ഒരു വൈബ്രേഷൻ എഞ്ചിന് പാടില്ല. വൈബ്രേഷൻ ഇല്ലാതെ വേണം വർക്ക് ചെയ്യാനായിട്ട്. അതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു എഞ്ചിൻ്റെ സിഗ്നല്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ മെയിൻ പ്രശ്നം. ഫാൻ ബെൽറ്റൊക്കെ കറങ്ങുന്നുണ്ട് കണ്ടോ. അതിൻ്റെ ഓരോ കോമ്പോണൻസ് ആണ്. ഇതാണ് വണ്ടിയുടെ ഒരു എഞ്ചിൻ. 4 സിലിണ്ടറിനെ സൂചിപ്പിക്കുന്നതാണ്. 4 സിലിണ്ടർ എഞ്ചിനാണ്. TDCI എന്ന് പറഞ്ഞാൽ ടർബോ ഡയറക്റ്റ് കോമൺ റെയിൽ ഇഞ്ചക്ഷൻ എന്നാണ് ഫോർഡ് ഉദ്ദേശിക്കുന്നത്. ഫോർഡിൻ്റെ എക്കോസ്പോർട്ട്, ഫിഗോ തുടങ്ങിയ എല്ലാ വാഹനങ്ങളും, എൻഡവർ ഉൾപ്പെടെ ഈ TDCI ബാഡ്ജിങ്ങിൽ TDCI ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു കംപ്ലയിൻറ്റ് ഞാനിപ്പോൾ സർവീസിന് ഓൺ റോഡ് സൈഡ് അസിസ്റ്റൻസിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞു വണ്ടി ഡയറക്റ്റായിട്ട് ഇനി നമ്മുടെ ഷോറൂമിലേക്ക് കൊണ്ടുപോകണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കംപ്ലയിൻറ്റ് പ്രധാനമായിട്ടും കാണിക്കുന്നത് ഇഞ്ചക്ടർ, അതായത് വണ്ടിയുടെ ഇഞ്ചക്ടർ സംബന്ധമായ പ്രശ്നമാണെന്നാണ് പറയുന്നത്. വണ്ടി കുറേ നാൾ ഓടാതെ കിടന്നപ്പോൾ ഇഞ്ചക്ടറിൽ വന്നിട്ട് ഫ്യൂവലിലുള്ള കരടുകൾ അടിഞ്ഞു കൂടിയിട്ട് വന്നൊരു പ്രശ്നമാണെന്നാണ് നമുക്ക് ഓൺ റോഡ് അസിസ്റ്റൻറ്റ് ടീം നമുക്ക് തന്ന ഒരു എന്താ പറയുക, അവർ തന്നൊരു ഇൻഫർമേഷൻ. ഡീസൽ വണ്ടികളൊക്കെ CRDI എഞ്ചിനൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ, നിങ്ങൾ എല്ലാ ദിവസവും കഴിയുമെങ്കിൽ വണ്ടി ഒരു 5 മിനിറ്റ് ഓണാക്കിയിടുകയോ അല്ലെങ്കിൽ 1 കിലോമീറ്ററെങ്കിലും മിനിമം ഓരോ ദിവസവും വണ്ടി ഓടിക്കുകയോ ചെയ്യുക. അങ്ങനെ ചെയ്യാത്ത പക്ഷമാണ് ഇങ്ങനത്തെ കംപ്ലയിൻറ്റുകളൊക്കെ വരുന്നത്. ഇവിടെ ഞാൻ അധികം കാർ യൂസ് ചെയ്യാറില്ല, അച്ഛനും ഓടിക്കാറില്ല. അപ്പോൾ കാർ വെറുതെ കിടക്കുകയാണ്. കൂടുതലും നമ്മൾ എറണാകുളം സിറ്റിയിലായതുകൊണ്ട് 2 വീലറാണ് കൂടുതൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടി ഞങ്ങൾക്ക് കംഫർട്ടബിൾ. ആ ഒരു റീസൺ കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോൾട്ട് സംഭവിച്ചത്. അപ്പോൾ ഇത് നന്നാക്കാനായിട്ട് ഏകദേശം ചിലപ്പോൾ 15,000 രൂപയായിരിക്കും ചിലപ്പോൾ വരുന്നത്. അതിൻ്റെ ഇഞ്ചക്ടർ റീപ്ലേസ് ചെയ്യണമെങ്കിൽ അത്രയും ഹ്യൂജ് ആയിട്ടുള്ളൊരു എമൗണ്ട് വരും. ചിലപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് വെറും 500 രൂപയ്ക്ക് തീരും. കാരണം ഇഞ്ചക്ടറിൻ്റെ അടിയിൽ ചെറിയൊരു ബുഷുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു ബുഷിൻ്റെ ഫോൾട്ട് കൊണ്ടും ഇങ്ങനെ ഒരു പ്രോബ്ലം വരാനാണ്. ആ ബുഷിന് എന്തോ 100-200 രൂപയുള്ളതെന്നാണ് റോഡ് സൈഡ് അസിസ്റ്റൻസിൻ്റെ ടീം നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഡീസൽ വണ്ടികൾ ഉപയോഗിക്കുന്ന ആളുകൾ ഡെയിലി വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇനി ഫ്യൂവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഫ്യൂവൽ നിങ്ങൾ വാഹനങ്ങളിൽ നിങ്ങൾ ഫില്ല് ചെയ്യാൻ നോക്കണം. ഇത് എഞ്ചിൻ ഓയിലിൻ്റെ ഡിപ്സ്റ്റിക്കാണ് സംഭവം. ഡിപ്സ്റ്റിക്ക് നമ്മൾ ഓയിൽ ലെവൽ നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സംഭവം. കണ്ടോ ഈ ഡിപ്സ്റ്റിക്കിൽ നിങ്ങൾ ഈ ഒരു 3 പോയിൻ്റ് കണ്ടില്ലേ, അതായത് ഞാനിവിടെ ഒന്ന് വെച്ചിട്ട് കാണിച്ചു തരാം. ഈ ഒരു 3 പോയിൻ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓയിൽ ലെവൽസ് ആണ്. അപ്പോൾ ഇവിടെ വരെ ഓയിൽ ഉള്ളെങ്കിൽ ഏറ്റവും ലോ ലെവലാണ്. ഇതിപ്പോൾ നമുക്ക് 3 ഡിപ്സ്റ്റിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇമേഴ്സ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഓയിൽ ലെവലിൽ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല.
ഈ ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഡീസൽ വണ്ടിയാണെങ്കിലും പെട്രോൾ വാഹനമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഡിപ്സ്റ്റിക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ അതൊന്ന് ഊരിയിട്ട് അതിൻ്റെ ലെവൽ, ഓയിൽ ലെവൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ടില്ല. നമ്മൾ കാറിൻ്റെ പുറം തുടയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു എൻജിൻ സെക്ഷനും നമ്മൾ ബോണറ്റ് പൊക്കി വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ബാറ്ററിയുടെ ടെർമിനൽസും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും മഴക്കാലത്ത്. ടെർമിനൽസിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടും ചിലപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ പോലെയുള്ള സംഭവങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതകളുണ്ട്. അതുപോലെ ഡെയിലി ക്ലീൻ ചെയ്യുമ്പോൾ അത് വണ്ടിയുടെ ആ ഒരു ലൈഫിനെ തന്നെ അത് നല്ല രീതിയിൽ അത് ഹെൽപ്ഫുള്ളായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി സർവീസ് സ്റ്റേഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അവരെന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ടോപ്പ് ഗിയറൊക്കെ പോകുമ്പോൾ കുഴപ്പമില്ല. ചെറിയ ഗിയറുകളിലൊക്കെ നമ്മൾ വണ്ടി വരുമ്പോൾ റേസ് ആവാൻ നേരത്ത് വണ്ടിക്ക് ഒരു മിസ്സിങ് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ സർവീസ് സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സർവീസ് സ്റ്റേഷൻ. നല്ല വൈബ്രേഷൻ ഉണ്ടല്ലേ? ഞാൻ ഷോറാവോ? റിപ്പയർ ചെയ്താക്കിയാൽ മതി. അത് റിപ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ, എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. ഗൈസ്, അപ്പോൾ സർവീസ് എഞ്ചിനീയറെ കണ്ടു. അപ്പോൾ പുള്ളി പറയുന്നത് വണ്ടിയുടെ ഇഞ്ചക്ടറിൻ്റെ പ്രശ്നമാണെന്നാണ്. ഇഞ്ചക്ടറിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അങ്ങനെ വണ്ടി നമ്മൾ കൊടുത്തു. അപ്പോൾ എക്സിക്യൂട്ടീവ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു സർവീസ് സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ പുള്ളി പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ മെയിൻ വയറിങ്സ് എന്തോ എലി കടിച്ചു പോയി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണം. അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഏകദേശം 6000 റുപ്പീസാണ് സർവീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കോസ്റ്റ്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഇഞ്ചക്ടറിൻ്റെ കംപ്ലയിൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വന്നാലും ഒരു 15000 രൂപ അടുത്ത് അപ്രോക്സിമേറ്റ്ലി ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വേറെ പോയിന്റും കൂടി ഉണ്ട് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ വണ്ടി എപ്പോഴും കൂടുതൽ പൊടി നിറഞ്ഞ സാഹചര്യങ്ങളിലാണ് വണ്ടി നിങ്ങൾ പാർക്ക് ചെയ്തിടുന്നതെങ്കിൽ വീട്ടിലൊക്കെ നിങ്ങളൊരു കവർ ഉപയോഗിച്ച് കാറ് കവർ ചെയ്യണം. കവർ ചെയ്യാത്ത പക്ഷം ബോണറ്റിൻ്റെ ഉള്ളിൽ കൂടി ഗ്യാപ്പിൽ കൂടിയൊക്കെ പൊടി വാഹനത്തിലെ എൻജിനിലേക്ക് ചെല്ലാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാറ് കേടായ വ്ളോഗ്. അപ്പോൾ ഇനി നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇനി നമ്മുടെ ചാനലിലൂടെ വരുന്നത്. അടുത്ത മാസം, അതായത് ജൂലൈ 4-നാണ് നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളെല്ലാവരും ആ വ്ളോഗ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ ചാനലിൽ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ പ്രിപ്പറേഷൻസും വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും നാളെ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് മീ, അംബരീഷ് മുകുന്ദൻ, സൈനിങ് ഓഫ്.